രാജാവും മറ്റ് മൃഗങ്ങളും കാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കവായിരുന്നു. അപ്പോൾ അങ്ങോട്ട് അടുത്ത കാട്ടിലെ പക്ഷി വന്നു. പക്ഷി പറന്നു. അതെ അതെ, ഞാൻ ഇപ്പോ എങ്ങനെയാ അവളെ അങ്ങോട്ട് വിടുക? ഞാൻ വരാം നിങ്ങളുടെ കൂടെ. ഇതെല്ലാം കേട്ടപ്പോൾ പക്ഷിക്ക് സന്തോഷമായി. അവൾ അവിടെ നിന്നും പോയി. ഇതെല്ലാം കേട്ടവിടെ ദുഷ്ടയായ പക്ഷി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇത് സഹിച്ചില്ല. എല്ലാവരും അവളെ പ്രശംസിക്കുന്നു. അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അവൾ ദുഷ്ടയായ മാങ്കമരത്തിന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. മാങ്ങാമരമേ, എൻ്റെ കാട്ടിൽ നല്ലവളായ ഒരു പക്ഷിയുണ്ട്. അവളെ എല്ലാവരെയും പ്രശംസിക്കുന്നു. എനിക്കത് ഇല്ലാതാക്കണം. ഓഹോ, അങ്ങനെയാണോ? ഞാൻ നിനക്ക് ഒരു മാങ്ങ തരാം. അത് നീ അവൾക്ക് കൊടുക്കണം. അപ്പോൾ അവൾ അപ്രത്യക്ഷമാവും. പിന്നെ അവിടെ അക്രമിയായ ഒരു പക്ഷി ഉണ്ടാവും. അവൾ എല്ലാവരെയും ആക്രമിക്കും. അപ്പോൾ അവളെ എല്ലാവരും വെറുത്തുകൊള്ളും. അങ്ങനെ അവൾ മാങ്ക് കൊണ്ട് നല്ലവളായ പക്ഷിയുടെ അടുത്തു വന്നു. മാങ്ക് അവൾക്ക് കൊടുത്തു. അവൾ അത് കടിച്ചതും അവൾ അപ്രതീക്ഷിതമായി അവിടെ അക്രമിയായ ഒരു പക്ഷി വന്നു. പിറ്റേ ദിവസം അവൾ 10 മൃഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെയായപ്പോൾ എല്ലാ മൃഗങ്ങൾക്ക് അവളെ ഇഷ്ടമില്ലാതെ ആയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത കാട്ടിലെ പക്ഷി വന്നു. ഞാൻ വരുന്നില്ല നിങ്ങളുടെ കാട്ടിലേക്ക്. നിങ്ങളുടെ കാട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകട്ടെ. അങ്ങനെ പറഞ്ഞു അവൾ അവിടെ നിന്നും പോയി. ഇത് കേട്ടപ്പോൾ രാജാവിന് സങ്കടമായി. രാജാവൻ സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ദുഷ്ടയായ പക്ഷിക്ക് അലിവ് തോന്നി. അവൾ ഉണ്ടായ സമ്പന്നം എല്ലാം പറഞ്ഞു. മഹാരാജാവേ, ഞാനാണ് അവളെ ഇങ്ങനെ ആക്കിയത്. ഇപ്പോഴുള്ള നമ്മുടെ നല്ലവളായ പക്ഷിയല്ല. മാങ്ങാമരമേ, നമ്മുടെ നല്ലവളായ പക്ഷിയെ തിരികെ തരണം. എന്നാ ശരി, നീ പറഞ്ഞതുകൊണ്ട് മാത്രം അവളെ നിനക്ക് ഞാൻ തിരിച്ചു തരാം. ഞാനൊരു മന്ത്രം ചൊല്ലിയാൽ അവൾ എൻ്റെ മരത്തിന്റെ മുകളിൽ ഉണ്ടാവും. അങ്ങനെ രാജാവ് നല്ലവളായ പക്ഷിയെ കൊണ്ട് വന്ന് അടുത്ത കാട്ടിലെ പക്ഷിയുടെ കൂടെ പറഞ്ഞയച്ചു.